നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ സ്റ്റാറാണ്. പേപ്പർ വെച്ചിട്ടൊരു അടിപൊളി സ്റ്റാർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്. 2-3 ചെറിയ സ്റ്റെപ്പിലൂടെ നമുക്ക് അടിപൊളി ഒരു സ്റ്റാർ ഉണ്ടാക്കാം. ഇപ്രാവശ്യം നമുക്ക് ക്രിസ്മസിന് വീട് അലങ്കരിക്കാനായിട്ട് ഈ സ്റ്റാർ നമുക്ക് ഉപയോഗിക്കാം. സ്റ്റാർ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ. നമുക്ക് ഈ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് A4 ഷീറ്റിൻ്റെ 2 കളറിലുള്ള പേപ്പറുകളാണ് ആവശ്യം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ നിറവും ഒരു യെല്ലോ നിറവുമാണ്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ A4 സൈസിൽ നിന്നും 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുക. 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 5 പേപ്പറുകൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ യെല്ലോ നിറത്തിലുള്ള A4 ഷീറ്റും നമ്മൾ 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുള്ള 5 പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മളതിന് ആദ്യം എടുത്തിരിക്കുന്ന 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേപ്പറിൽ ഒരു പീസ് എടുത്തിരിക്കുകയാണ്. ഇനി ആദ്യം ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ പീസിനെ കറക്റ്റ് നടുക്കായിട്ട് താഴോട്ട് മടക്കുക. ഇതിൻ്റെ കോർണറുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ വെക്കുക. കോർണറുകളൊക്കെ കറക്റ്റായിട്ട് വെച്ച് മടക്കുക. ഇനി ഇതിനെ ഓപ്പൺ ആക്കുക. ഓപ്പണാക്കി നേരെ ഈ രീതിയിൽ വെച്ചിട്ട് വീണ്ടും താഴോട്ട് മടക്കുക. ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ. വേറെ കട്ടിങ്ങുകളൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് മടക്കും, കുറച്ച് ഗ്ലൂ ഫിക്സിങ് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഈ സ്റ്റാർ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് ഇതിനെ നമ്മൾ ഈ കോർണറിനെ ഈ രീതിയിൽ, ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ഈ രീതിയിൽ മടക്കുക. ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ മാർക്കുകളിലൂടെയാണ് ഇത് മടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ കോർണറും നമ്മളിതുപോലെ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുക്കുക. ഇനി നമ്മളിതിനെ നേരെ തിരിച്ചിടുക. ഇങ്ങനെ ഇടുക. അതിനുശേഷം നമ്മൾ ഇതിന് ഈ ഭാഗത്ത് അടിയിലേത് ഇങ്ങനെ വെളിയിലോട്ട് വെക്കുക. അതിനുശേഷം ഈ മൂല എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് ഇതിന് ഈ മാർക്കില്ലേ, ഈ മാർക്കിലൂടെ മടക്കുക. കാണാം, ശ്രദ്ധിച്ച് നോക്കുക. ഈ മാർക്കിലൂടെ മടക്കുക. അതിനുശേഷം ഇവിടുന്ന് ഇതിനെ നന്നായിട്ട് മടക്കി വിടുക. നേരെ തിരിച്ച് അതുപോലെ തന്നെ വെക്കുക. അടുത്തതായിട്ട് ഈ കോർണറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സെയിം ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പുറകിലത്തേത് വെളിയിലോട്ട് എടുക്കുക. ഇതിന്നിട്ട് ഈ കോർണർ ഇതിലൂടെ വരുന്ന രീതിയിൽ, ഈ മാർക്കിലൂടെ വരുന്ന രീതിയിൽ മടക്കുക. ഇവിടെ നന്നായിട്ട് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചു വെക്കുക. സോ ഈ ഒരു മാർക്കാണ് നമുക്ക് വേണ്ടിയത്. അത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ച് വെക്കുക. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കുക. ഇതിനെ വെളിയിലോട്ട് എടുക്കുക. ഇവിടെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ മാർക്കിലൂടെ മടക്കുക. ഇവിടെ വരെ നന്നായിട്ട് മടക്കി കൊടുക്കുക. നേരെ തിരിച്ച് അതേ പൊസിഷനിൽ വെക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് ഇതെടുക്കുക. ഈ കോർണറിനെ നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുക. നേരെ തിരിച്ച് കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ തന്നെ കൊണ്ടുവരിക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ പൊസിഷനിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഈ ഒരു മടക്കിലൂടെ ഇതിനെ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഈ മടക്ക് ഇതിനെ വെളിയിലെടുത്തതിന് ശേഷം ഈ മടക്കും ഇതുപോലെ മടക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലൊരു പൊസിഷൻ ഉണ്ടായി വരുന്നുണ്ട്. അവിടെ നമ്മളിവിടെ പിടിച്ച് പതുക്കെ ഞെക്കി ഈ ഷേപ്പിലോട്ട് മാറ്റുക. എല്ലാം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ. ഈ ഷേപ്പിലോട്ട് മാറ്റുക. ഓക്കെ, ഇങ്ങനെ കിട്ടും. സെയിം ഇതിനെ തന്നെ നമ്മൾ നേരെ തിരിച്ച് വെക്കുന്നു. ഇതേപോലെ തന്നെ ഇവിടെ മടക്കി ഇതിനെ വെളിയിലോട്ടാക്കി ഇത് മടക്കുന്നു. ഇതിനെ വെളിയിലോട്ടാക്കി ഇവിടെയും മടക്കുന്നു. അപ്പോൾ മടക്കി കഴിയുമ്പോൾ ഇതുപോലൊരു പൊസിഷൻ, മടക്കുന്നത് ഇതുപോലൊരു പൊസിഷൻ കിട്ടും. നമ്മളിവിടെ ഞെക്കി ഇതിനെ സ്റ്റഡിയാക്കി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് മടക്കുക.
നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനിയും വളരെ സിമ്പിളാണ്. നമ്മൾ ഇവിടുന്ന് ഇതിനെ ജസ്റ്റ് ഇതുപോലെ മടക്കി കൊടുക്കുക. സിമ്പിൾ. കണ്ടോ, ഇതുപോലെ മടക്കുക. ഈ പൊസിഷൻ ഇതിനെ ഇവിടുന്ന് ഈ ലൈനിൽ കൂടെ മടക്കിയെടുക്കുക. ഈ വെള്ളോട്ട് കിടക്കുന്ന പൊസിഷൻ ഈ ലൈനിൽ മടക്കിയെടുക്കുക. ഇവിടെ ഇത് തന്നെ ആവർത്തിക്കുക. ചെയ്യുന്നത് തിരിച്ച് ഇടുക. ഈ പൊസിഷൻ മടക്കി കൊടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ ആവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള പേപ്പറുകളെല്ലാം ചെയ്യണം. ഗ്രീൻ കളറിൻ്റെ 5 പേപ്പർ നമ്മൾ ഇതുപോലെ തന്നെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോ കളറ് ചെയ്യാൻ പോവുകയാണ്. യെല്ലോ കളറിൻ്റെ 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രീൻ കളറിന് ചെയ്ത പോലെ തന്നെ നേരെ താഴോട്ട് മടക്കുക. കോർണർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് നടുക്കോടെ മടക്കുക. അതിന് ശേഷം ഓപ്പൺ ആക്കി വീണ്ടും ഇതിന് നടുക്കോടെ മടക്കുക. വീണ്ടും ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഈ 2 ലൈനും കിട്ടിയിട്ടുണ്ടാവും. ഈ 2 ലൈനിലൂടെയാണ് ഈ അടുത്തത് മടക്കുന്നത്. നമ്മൾ ഈ കോർണറിന് ഈ 2 ലൈനിൽ കറക്റ്റാക്കി മടക്കുന്നു. അതുപോലെ തന്നെ അടുത്ത കോർണർ എടുക്കുന്നു, സെയിം അളവിൽ വെച്ചിട്ട് മടക്കുന്നു. അടുത്ത കോർണർ മടക്കുന്നു. അടുത്ത കോർണർ ഇതുപോലെ തന്നെ നമ്മൾ മടക്കുന്നു. അതിനുശേഷം ഇതിനെ നേരെ തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഗ്രീനിന് ചെയ്ത പോലെ തന്നെ ഈ കോർണറിനെ നമ്മൾ ഇതുപോലെ തന്നെ ഈ ലൈനിലോട്ട് മടക്കുന്നു. സെയിം പ്രോസസ്സല്ല, അതുപോലെ തന്നെയാണ്. ലാസ്റ്റത്തെ ഒരു ചെറിയൊരു മടക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇതുപോലെ തന്നെ മടക്കി ഓപ്പൺ ആക്കുന്നു. ഈ ലൈനിലോട്ട് വീണ്ടും ഇവിടുന്ന് മടക്കുന്നു, ഓപ്പൺ ആക്കുന്നു. ഈ മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു വെക്കുന്നു. ഇതിന് ശേഷം ഈ കോർണർ എടുത്തിട്ട് ഇങ്ങനെ മടക്കുന്നു, ഓപ്പൺ ആക്കുന്നു. ഈ കോർണർ തന്നെ ഈ ലൈനിലൂടെ മടക്കുന്നു, ഓപ്പൺ ആക്കുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ 2 കോർണറുകളും ഈ കോർണർ ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മടക്കുന്നു. ഓക്കെ, ഈ ഭാഗത്ത് നമ്മൾ കോർണറിൽ പിടിച്ച് ഈ രീതിയിൽ മടക്കിയെടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ചെയ്യുന്നു. ഈ കോർണർ മടക്കുന്നു, ഈ ലൈനും മടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ കോർണർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി, കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് മടക്കി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് നേരെ താഴോട്ട് മടക്കുക. സോ ഇപ്പം നമുക്കൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് ശ്രദ്ധിച്ചറിയാം. ഇതിൻ്റെ ഭാഗം ഓപ്പൺ അല്ല, ഇവിടെ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രീനിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, ഗ്രീനിൻ്റെ 2 ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ഓപ്പൺ അല്ല. ഈ ഷേപ്പ് ഇതിലാണ് നമ്മൾ മടക്കേണ്ടത്. ഈ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. 5 യെല്ലോയും 5 ഗ്രീനും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫിക്സിംഗ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഫിക്സിംഗ് ആണ്. ആദ്യം ഒരു യെല്ലോയും ഒരു ഗ്രീനും എടുക്കുക. ഗ്രീനിൻ്റെ ആദ്യത്തെ പൊസിഷനിൽ നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നതല്ലേ, ആ 2 പൊസിഷനും കൂടെ ഇതുപോലെ ചേർത്ത് വെക്കുക. ഒരെണ്ണത്തിൻ്റെ മേളിലോട്ട് ഇങ്ങനെ മടക്കി ഈ ഷേപ്പിൽ വെക്കുക. യെല്ലോ നമ്മൾ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ നമ്മൾ ഈ ഗ്രീന് നമ്മൾ ഇതിലൂടെ
ഇത്രേ ഉള്ളൂ. അടുത്തത് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഇത് നമ്മൾ എടുക്കുന്നത് ഒരു യെല്ലോ പീസാണ്. സോ ഇതിൻ്റെ ഈ ഗ്രീനിൻ്റെ ഈ പൊസിഷന് ഇതും കൂടെ ഇതുപോലെ വെക്കുക. ഈ യെല്ലോയുടെ ഈ ഗ്യാപ്പിലൂടെ ഇത് കയറ്റി വിടുക. ജസ്റ്റ് ഫിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബാക്കി എല്ലാം ഇത് ഗ്രീനിൻ്റെ ഇത് രണ്ടുകൂടെ പ്രസ് ചെയ്ത് ഇപ്പോൾ നിർത്തുക. യെല്ലോയുടെ ഈ ഗ്യാപ്പ് ഓപ്പൺ ആക്കുക. ഇതിൽ അങ്ങനെ അതെല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ പിടിച്ച് ഇങ്ങനെ ഓപ്പണാക്കി ഈ ലാസ്റ്റത്തെ നമ്മൾ ഇവിടെ ഈ ലാസ്റ്റത്തെ പോയിൻ്റ് നമ്മൾ ഇതിനകത്തോട്ടും കൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തിനകത്ത് നമ്മൾ കയറ്റി വെച്ച് ലോക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്റ്റാർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ അടിപൊളി വീഡിയോ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോ ഇനിയും വരുന്നുണ്ട്.